ഗൈസ്, ഞങ്ങൾ മരുതിമലയിലോട്ട് പോവാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെ. ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ, പക്ഷെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് മഴയൊക്കെ പെയ്തപ്പോൾ ഇന്നൊരു സൺഡേ ഒരു 3 മണിയൊക്കെ ആയി. അപ്പം നമ്മൾ അവിടെ നിന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. വെച്ചാൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു 3 കിലോമീറ്റർ ഉള്ളു. അപ്പം നിങ്ങൾക്ക് കൂടെ വീഡിയോ കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്, പോവാണ്. മരുതിമലയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ആ സ്ഥലത്ത് എത്താറായി ഗൈസ്. ഒന്നും വിചാരിക്കില്ലേ, കോൾഡ് പിടിച്ചിരിക്കുകയാണ്, മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൃത്തിയായിട്ട സൗണ്ട് കേട്ടോ. അതർവൈസ് എൻ്റെ സൗണ്ട് സ്വീറ്റാണെന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ, അപ്പം മുട്ട്രമല എത്താറായി ഗൈസ്. അപ്പം നമ്മൾ എത്തുന്ന സ്ഥലത്ത് തന്നെ ഒരു മലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഇതിന് മുന്നേ ഇട്ട ഷോർട്സിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ അവിടെ എന്തോ പണി നടക്കായിരുന്നു കേട്ടോ, പാറ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇവിടെ എത്തി ഗൈസ്. താഴെ തന്നെ ഒരു കടയുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ കുറേ ഏറെ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ താഴെ നിന്ന് തന്നെ എന്തെങ്കിലും മേടിക്കുന്നതായിരിക്കും നല്ലത്. മുകളിലൊരു കടയുണ്ട്, പക്ഷേ അത് എപ്പോഴും തുറക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ തുറക്കാറുള്ളൂ. അപ്പം ഈ താഴെയുള്ള കടയിൽ എപ്പോഴും തുറന്നിരിക്കും. അപ്പം വെള്ളം മറ്റും വേണമെങ്കിൽ താഴെ നിന്ന് തന്നെ മേടിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ മുട്ടറമലയിലോട്ട് വന്നേട്ടാ. ഇവിടെ ലോക്കൽസ് ഒക്കെ മുട്ടറമല എന്ന് പറയും, പക്ഷേ ഇതിന് അറിയപ്പെടുന്നത് മരുതിമല എന്നാണ് കേട്ടോ. കൊല്ലം ജില്ലയിലാണ്. അപ്പം ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞു. അപ്പോൾ ഈ ടൈം ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയ ചാറ്റൽ മഴയും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വട്ടം ഞങ്ങൾക്ക് നല്ല ലക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പം കുറേ സ്റ്റെപ്പുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് മൊത്തം ഞങ്ങൾ കയറുമായിരുന്നു കേട്ടോ മഴയത്ത്. ഞാൻ റെയിൻകോട്ട് ഇട്ട് കുടയും പിടിച്ച് പോകുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഞാൻ കേട്ടോ. ഞാൻ റെയിൻകോട്ട് വിട്ട് കുടയും പിടിച്ച് നടക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റെയിൻകോട്ടൊക്കെ ഊരി മാറ്റി, കുടയൊന്നുമില്ലാതെ മഴയൊക്കെ നനയുന്നുണ്ടായിരുന്നു. എന്നാലും ഇതൊക്കെ എൻ്റെ കുറച്ച് ഷോ ഓഫാണ് കേട്ടോ. മഴയത്ത് റെയിൻകോട്ടും കുടയും പിടിച്ച് നടക്കും ഞാൻ. എന്താ അല്ലേ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നേ. മലമുകളിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കെട്ടിയൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ മഴ പെയ്തിട്ട്. അതൊക്കെ ഒരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു കാവുണ്ട്, വിളക്കൊക്കെ കത്തിക്കുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ എന്തൊക്കെയോ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഇവിടെയൊക്കെ കണ്ട് ഇങ്ങനെ വ്യൂ പോയിൻറ്റ്സ് കണ്ട് നിൽക്കുമായിരുന്നേ. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ആ ദൂരോട്ടൊക്കെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ കുടയും പിടിച്ച് റെയിൻകോട്ട് ഇട്ട് മഴയിൽ നനഞ്ഞ് നിൽക്കുന്നതിനെ കണ്ടില്ലേ. ഇത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കുടയൊക്കെ മാറ്റും കേട്ടോ. കുടയൊക്കെ മാറ്റിയിട്ട് റെയിൻകോട്ടൊക്കെ ഊരിയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മഴ നനഞ്ഞിട്ടുള്ള ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് ഇവിടെ കേട്ടോ.
അങ്ങനെ ഇവിടുത്തെ കുറച്ച് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മെയിൻ വ്യൂ പോയിൻ്റ് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാണേ. കണ്ടില്ലേ, ഇതാ ഈ കടയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മേളിലുള്ളൊരു ചെറിയ കട. ഇത് വല്ലപ്പോഴൊക്കെ തുറക്കത്തുള്ളൂ. ഞാൻ കുറേ വട്ടം ഇവിടെ വന്നിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഇത് തുറന്നിരുന്ന് കണ്ടത് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ മെയിൻ വ്യൂ പോയിന്റിലെത്തി ഗൈസ്. കുറച്ച് സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് നമുക്ക് വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കായിരുന്നു മഴ പെയ്തുകൊണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാം കണ്ടു തിരിച്ചിറങ്ങുകയാണ്. ആ നിൽക്കുന്നവനെ കണ്ടില്ലേ, ആ കറുത്ത ഡോഗിനെ. അവനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിക്കായിരുന്നേ. അവൻ എവിടുന്നോ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് ആൾക്കാരെ നിന്ന്. അതുകൊണ്ട് തന്നെ എന്നെ കണ്ടപ്പോൾ അവൻ പേടിച്ച് ഓടി കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ട് ക്യൂട്ട്നെസ് പോസൊക്കെ ഇടുന്നുണ്ടോ. ഇവിടെ തന്നെ ഉള്ള പട്ടികളാണ് കേട്ടോ ഇതൊക്കെ.
അപ്പോൾ വ്യൂ ഒക്കെ കണ്ട് എല്ലാം ആസ്വദിച്ച് ഇറങ്ങി കേട്ടോ. ഇനി എന്തായാലും മറ്റൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.